ഓറഞ്ച് എത്ര എണ്ണം? മുന്തിരിയ എടാ അളിയാ, ഈ പരിപാടിയൊക്കെ നീ എവിടുന്ന് പഠിച്ചടാ? ഇടാ ഞാനേ ഹോട്ടൽ മാനേജറിന്റെ വേറെ ചുമ്മാ ഒന്നുമല്ല മുത്ത്. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്താ ഈ കുപ്പിയിൽ നിന്നേ നമുക്ക് കുറച്ച് മാറ്റി വെച്ചൊക്കെ എങ്ങാനും ഈ പ്ലാൻ പാളിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് അടിക്കാനൊന്നും നടത്തില്ല. അത് പാടാൻ കാണിച്ചു. ഞാൻ പ്രോയാണ് പ്രോ. പ്രോ മനുവേ, റേഷൻ കട വിട്ടല്ലേടാ ഞാന് അരിയും പഞ്ചസാരയും മേടിക്കാന്. എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? അതിനെ അതുവഴി വന്നിട്ട് ഇവനെ കണ്ട് ഇവന്റെ കൂടെ ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങ് റേഷൻ കട പോന്ന് വിചാരിച്ചു. എന്തിനാണ് ഇവിടെ ഒരു വാടാ? വാടയോ? എന്താണ് പരിപാടി? മാറ്റം. ഓ ഇത് ഞങ്ങള് ഫ്രൂട്ട്സ് കൊണ്ട് മിക്സ് ചെയ്തിട്ടേ ഒരു പുതിയ ഡ്രിങ്ക്, ഒരു എനർജി ഡ്രിങ്ക്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും. അപ്പൊ നമ്മളത് മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഡ്രിങ്ക്. പുതിയൊരു ട്രൈ. നമ്മുടെ ബിസിനസ് പോലെ തന്നെ. ബിസിനസിന് വേണ്ടിട്ടാ? അയ്യോ നന്നായിട്ടാ. ഇത് വേണോ കുടിക്കാൻ? ഇത് എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്ക തോപ്പിക്കണം അമ്മച്ചി. അമേരിക്ക തോപ്പിച്ചിട്ട് എനിക്ക് മാർക്കറ്റ് ഇതിൽ ഭയങ്കര ഹിറ്റാക്കി എടുക്കണം. ഇത് ആരാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത്? യവനാണാ? സുരഭി, നീ കേട്ടോ എന്റെ മോൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നുണ്ടെന്ന്? എന്നിട്ടാണ് നീ അവന്റെ നീണ്ട കാല് തല്ലി പിടിക്കാൻ പോയത്? സോറി അണ്ണ, അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞു പോയി. മക്കളെ, നിന്റെ ഉള്ളിലൊരു ശാസ്ത്രി ഉറങ്ങി കിടക്കുന്ന കാര്യം അമ്മ അറിഞ്ഞില്ലടാ. ശാസ്ത്രി ശാസ്ത്രിയല്ലമ്മ, ശാസ്ത്രജ്ഞൻ. അയ്യോ, വലിയ പഠിപ്പുകാരി ചിരിക്കുന്നു. അവിടെ അമ്മയിൽ നിന്നങ്ങ് ചിരിക്കുന്നു. അയ്യോ, എല്ലാവർക്കും എല്ലാം അറിയാം. അമ്മയ്ക്ക് മക്കളുടെ അത്രയും പഠിപ്പൊന്നുമില്ല. എന്നാലും എന്റെ മോൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോ അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നു മക്കളെ. എന്റെ ചെറുക്കന്റെ കൂടെ നടന്നിട്ടുള്ള ബുദ്ധിയാണത്. അല്ല ഞങ്ങളുടെ കഴിവുകൊണ്ടല്ലേ അമ്മച്ചി. നമ്മുടെ കഴിവുകൊണ്ട് നമ്മളിങ്ങനെ അത്ര വളർന്നല്ലേ പറഞ്ഞോടാ അമ്മച്ചി. അതെ, എന്റെ മോന്റെ കഴിവുണ്ട്. നിന്റെ മരുമോൻ ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നു. അത് തന്നെ. അവൻ വരെ സമ്മതിച്ചത്. നിങ്ങളൊന്ന് ചെല്ലെന്നാ. ഞങ്ങൾ ഇതിന്റെ കുറച്ച് പരിപാടിയുണ്ട്, ബാക്കിയും കൂടെ. അല്ല, കുടിക്കണ സാധനം കുറച്ച് തന്നാണ്. കുടിച്ചു നോക്കട്ടെ. അമ്മയ്ക്ക് ഐശ്വര്യമായിട്ട് ഇച്ചിരി താമ. അമ്മച്ചി അത് കയ്യോ കുടിച്ചൂടാ. അതിപ്പോ ഡയറക്റ്റ് ആയിട്ട് കുടിച്ചു. ഇതിന് 2 മണിക്കൂർ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ ഇരിക്കണം. അതെല്ലാം കൂടെ നല്ല വാട വരുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ടാവുമല്ലോ. എന്തിനാണ് കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ. അത് സെറ്റ് ആവണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിലോട്ട് നോക്കൂ. നമുക്ക് ഇത് പാർസലാക്കിയിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിടാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്തരന് 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളു. നമ്മളിവിടെ നിന്നോ. അതേടി കൊച്ചമണി, നമുക്ക് ഇവിടെ നിക്കാടി. അത് കുടിച്ചിട്ടേ പോന്നുള്ളൂ. അല്ല, അത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. അത് സെറ്റ് ആവണത് അതുകൊണ്ടാണ്. പിന്നെ എനർജി ഡ്രിങ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എടി കൊച്ച പറഞ്ഞത് കേട്ടില്ലേ? 2 മണിക്കൂർ അത് സെറ്റ് ആവണോന്ന്. നിനക്ക് 2 മണിക്കൂർ ഒന്നും നിക്കാൻ പറ്റൂലേ? ഇത് വേണോ? അത് വേണം തന്നെ. എന്നാ പിന്നെ നിങ്ങൾ കുടിച്ചിട്ട് വാമ, ഞാൻ മുകളിൽ പോയിട്ട്. ഞാനും വരുന്നു. കൊച്ചിന് കൊണ്ടുവന്നില്ല. അയ്യോ, നിന്റെ സാധനം എനിക്ക് ഇല്ലാഞ്ഞിട്ടാ. അയ്യോ മക്കളെ, എന്തെങ്കിലും സഹായം ഞാനായിട്ട്. നിങ്ങൾ എന്തിനാമാ ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നിങ്ങക്ക് വീട്ടിൽ പോക്കൂടെ അമ്മച്ചി? നല്ല വലിപ്പമില്ലയോ? വലിയ ആപ്പിള്.